സംസ്ഥാനത്ത് HIV കേസുകൾ വീണ്ടും ഉയർന്നു എന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത്. 2024-25 റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരത്ത് 5094, പാലക്കാട്ട് 5203 വീതം HIV ബാധിതരുണ്ട്. നേരത്തെ പാലക്കാട്ട് മാത്രമായിരുന്നു ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തും കേസുകൾ വർദ്ധിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്വാന്തന സജു നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. സ്വാന്തന സജു, കേസുകളുടെ എണ്ണം കൂടുന്നത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണോ? എന്തൊക്കെയാണ് ഈ കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജയ, സംസ്ഥാനത്തെ HIV ബാധിതരുടെ എണ്ണം കൂടുന്നു എന്ന് തന്നെയാണ് പുതിയ കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്ക് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു ജില്ലയിൽ മാത്രമായിരുന്നു 5000-ലധികം HIV ബാധിതർ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 2024-25 കണക്കുകൾ നോക്കുകയാണെങ്കിൽ അത് 2 ജില്ലയിലാണ് 5000-ൽ കൂടുതൽ HIV ബാധിതരുള്ളത്. അതിലൊന്ന് പാലക്കാട് ജില്ലയും മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയുമാണ്. പാലക്കാട് ജില്ലയിൽ 5203 പേർക്കാണ് HIV ബാധയുള്ളത്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 5094 പേർക്കും ഇപ്പോൾ രോഗബാധയുണ്ട്. നേരത്തെ പാലക്കാട് മാത്രമായിരുന്നു ഈ പട്ടികയിലുള്ളത്. അതാണ് ഇപ്പോൾ തിരുവനന്തപുരം കൂടി ആ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ 2 ജില്ലയും കഴിഞ്ഞാൽ ഏറ്റവും അധികം HIV രോഗികളുള്ള മറ്റൊരു ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ 2647 പേർക്കാണ് HIV ബാധയുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം കൂടുതൽ പേർക്ക് HIV സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുജയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. ഇതിൽ തിരുവനന്തപുരത്ത് മാത്രം ഈ വർഷം 123 പേർക്കാണ് പുതിയതായി HIV ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് 42 പേർക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വർഷം മാത്രം 1213 പേർക്കാണ് സംസ്ഥാനത്ത് പുതിയതായി HIV ബാധിച്ചിട്ടുള്ളത് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. സുജി, അത് മാത്രവുമല്ല, ഈ 19-നും 25-നും ഇടയിൽ പ്രായമുള്ള കൂടുതൽ ആളുകൾക്ക് HIV ബാധ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഇതിലെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ കണക്കുകൾ കൂടുന്ന ഒരു പനിയൊക്കെ വരുന്നത് പോലെ അല്ല, ഇപ്പോൾ പനിക്കണക്ക് പറയുന്നത് പോലെ അല്ല ഒരു HIV ബാധ കൂടുന്നത് എന്ന് പറയുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെയും മറ്റും നിലവിലുള്ള ഒരു നീക്കമെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇത് പ്രധാനമായി പകരുന്നത് സുജയ, ഈ സിറിഞ്ച് ഉപയോഗിക്കുന്നത്, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സിറിഞ്ച് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് അത് വലിയ രീതിയിൽ ഈ രോഗം പകരാൻ കാരണമാകുന്നുണ്ട് എന്നും ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് സുജയ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. സ്വാന്തന സജുവാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.